മുഖ്യമന്ത്രി നടത്തിയത് ബോഡി ഷെയ്മിംഗ് തന്നെയാണ്. നമ്മൾ ദേഹനിന്ദ എന്ന് പറയുന്ന സംഗതി തന്നെയാണ് ആ പരാമർശത്തിലുണ്ടായിരുന്നത്. എം പി രാജേഷ് വന്ന് പറയാണ് ആരെയും ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്ന ഒരാളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഈ പ്രതിഷേധത്തിനായിട്ട് കുറേ ആളുകൾ വന്നു, പക്ഷേ അതിന് വല്ലവും ശേഷിയുള്ള ആളാണോ എന്ന അർത്ഥത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം ഈ പറയുന്ന ആൾക്കുയരമില്ല എന്ന കാര്യം എളുപ്പത്തിൽ വ്യക്തമാകുന്ന അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള ചെറുപ്പത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല് അങ്ങോട്ട് പ്രയോഗിച്ചു. നമ്മുടെ നാട്ടിലെ പഴഞ്ചൊല്ലുകളൊക്കെ ആളുകളെ ഇൻസൾട്ട് ചെയ്യാനും പരിഹസിക്കാനും പ്രത്യേകിച്ചും ഈ ശാരീരികമായിട്ട് ആളുകളെ കുറച്ചില്ലാതാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മുടെ നാട്ടിൻ്റെ ഭൂതകാലത്തിലുണ്ട്, എല്ലാ നാടുകളിലുണ്ട്. കാരണം അത് ഈ ജാതീയമായിട്ടൊക്കെ പലതരത്തിൽ നിൽക്കുന്ന ഇവർ തന്നെ സമരം ചെയ്ത് എതിർത്ത് കളഞ്ഞ ഭൂതകാലത്തിൽ മനുഷ്യരെ കുറച്ച് കാണിക്കുക, ഇല്ലാതാക്കുക, പരിഹസിക്കുക, ക്ഷീണിപ്പിച്ച് കളയുക, അതിനു വേണ്ടിയിട്ട് ഇത്തരം അഗ്രസീവായിട്ടുള്ള ശരീര പ്രത്യേകതകളെ ഇൻസൾട്ട് ചെയ്യുന്ന വാക്കുകളും പഴഞ്ചൊല്ലുകളും ധാരാളമായിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടേത്. അപ്പം അതിനകത്ത് നിന്നൊരു സംഗതി നിയമസഭയിലേക്ക് എടുത്ത് പ്രയോഗിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ ആനുകൂല്യം നമുക്ക് കൊടുക്കാം. അദ്ദേഹം അത് പ്രയോഗിച്ച് ഇതേക്കാൾ കടുത്ത പരാമർശങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും കേരള രാഷ്ട്രീയത്തിൽ ആകെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ശരിയല്ല എന്ന് പറയാതെ പോകാൻ പറ്റില്ല. അത് അദ്ദേഹം നടത്തിയോണ്ടുള്ള ദോഷം എന്താണ്? അത് അദ്ദേഹം നടത്തിയതുകൊണ്ടുള്ള ദോഷം ഒന്നിലേറെ ദോഷങ്ങളുണ്ടായി. ഒന്ന്, ഇതൊരു പ്രത്യേക MLA ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന മാനഹാനി ഈ ഉയരം കുറഞ്ഞ എന്തോ കുഴപ്പമാണ് എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശമായി മാറി. അത് നിയമസഭയ്ക്കകത്ത് എന്തും പറയാം എന്ന തോന്നലുണ്ടായി. അതേക്കാൾ കൂടുതലായിട്ടുള്ള ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് ഞാൻ കണ്ടത്, മുഖ്യമന്ത്രി എന്ന ഉന്നതമായ പദവിയിലിരിക്കുന്ന നേതാവാണിത് പറഞ്ഞത് എന്തുകൊണ്ട് താരതമ്യേന രാഷ്ട്രീയമായിട്ടുള്ള ശരികളൊക്കെ സൂക്ഷിക്കുന്ന പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധിജീവിതമൊക്കെയുള്ള MP രാജേഷിനെയും P രാജേഷിനെയും പോലുള്ള ആളുകളടക്കം ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഷംസീർ പറഞ്ഞ ഈ ഗാലറിയിലിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾക്ക് മുന്നിൽ തെറ്റായ ഒരു സാഹചര്യം ഉണ്ടാകുന്ന നിലയുണ്ടായി. അത് പിന്നെ MP രാജേഷും P രാജീവും ഒക്കെ അദ്ദേഹം ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യാനാണ് പോയത്. പക്ഷേ PP ചിത്തരഞ്ജന് ആ നിലക്കുള്ള ബൗദ്ധിക സംഗതി കാണിക്കാൻ പറ്റിയില്ല. അദ്ദേഹം ഇതേക്കാൾ വഷളായ ഒരു കാര്യം, ഇതേക്കാൾ മോശമായൊരു കാര്യം അദ്ദേഹം അവിടെ പറഞ്ഞു, ഒരു കാര്യമില്ലാത്ത കാര്യം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഇത്തരത്തിൽ എതിർക്കപ്പെടേണ്ടുന്നൊരു പരാമർശം നടത്തിയില്ലായിരുന്നെങ്കിൽ ആ നിലക്ക് PP ചിത്തരഞ്ജൻ പോകില്ലായിരുന്നു. അവിടെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു സംഗതി എന്ന് കണ്ടത് ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പരാമർശമാണ്. അദ്ദേഹം ആണത്തം എന്നൊക്കെ പറയുകയും അത് പുതിയ കാലത്തിന് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. ആ കാര്യം ഞാൻ പിൻവലിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇത് ശരിയല്ലാത്ത മുഖ്യമന്ത്രിയൊന്നും ഇങ്ങനെയുള്ള വർത്തമാനങ്ങളെ എതിർക്കപ്പെടേണ്ടുന്ന നാക്കുപിഴകൾ വല്ലാതെ പറയുന്ന ആളായിരുന്നില്ല നിയമസഭക്കകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തന്നെ വന്നതോടുകൂടി ഈ പറയുന്ന കുഴപ്പങ്ങൾ ഉണ്ടായി എന്നതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഇതിപ്പോൾ